കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയാണോ നടത്തിയത് അതുപോലെ തന്നെ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനവും. അതിൻ്റെ ആദ്യഘട്ട ചർച്ച കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പൂർത്തിയായി. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയാണ് പൂർത്തിയായത്. കേരളത്തിൽ നിന്നുള്ള മുൻ KPCC ഭാരവാഹികളും KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ വെച്ച് ഹൈക്കമാൻഡ് അംഗങ്ങളുമായി ചർച്ചകൾ നടത്തി. ഇതിൽ പ്രധാനമായ ഒരു തീരുമാനം, നിലവിലെ സാഹചര്യത്തിൽ MP-മാർ മത്സരിക്കേണ്ട എന്നൊരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചത്. അതിൽ ചില പ്രതിസന്ധികളുണ്ട് എന്നാണ് ഹൈക്കമാൻഡിൻ്റെ വാദം. കാരണം ഒരു പക്ഷേ MP-മാർ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലെ സംശയം. 2, ആ മണ്ഡലത്തിലെ ആളുകൾ പിന്നീട് കോൺഗ്രസുമായി അകലുന്നു. ഒപ്പം കോൺഗ്രസ്സിന് ഇത്തരത്തിലൊരു നീക്കത്തിലൂടെ അപമതിപ്പുണ്ടാക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് MP-മാർ തൽക്കാലം മത്സരിക്കേണ്ട എന്നൊരു നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക കേരളത്തിലെ ഘടകമാണ്. കേരളത്തിലെ ഘടകം ഈ മാസം 27-ന് ചേരുന്നുണ്ട്. അന്ന് തന്നെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരും എന്നാണ് അറിയുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ചില MP-മാർക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് കാണിച്ച് നേരത്തെ തന്നെ വിവിധ ഇടങ്ങളിൽ അവർ ചർച്ചകൾ നടത്തി കഴിഞ്ഞു. KPCC നേതൃത്വത്തോടും ഒപ്പം തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള KPCCയുടെ ചുമതലയുള്ള ഭാരവാഹികളോടുമൊക്കെ തന്നെ ചർച്ചകൾ നടത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ചില MP-മാർക്ക് ഇത്തരത്തിലൊരു മത്സരത്തിനോട് താല്പര്യമില്ല. അവർ ഇതിനെതിരെ തന്നെ ഉള്ള പ്രസ്താവനകളും ഇറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള MP-മാർ, സംസ്ഥാനത്ത് MP-മാർ മത്സരിക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചവരിൽ ഉൾപ്പെടുന്നു. അതേസമയം ഹൈക്കമാൻഡ് തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ KPCCയുടെ തീരുമാനവും. KPCC കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ യോഗം ചേർന്നതിന് ശേഷം 27 യോഗം ചേരുമ്പോഴേക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചുള്ള ഏകദേശ ധാരണയിലെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നത്. നിലവിൽ ഇപ്പോൾ MLA-മാരായി തുടരുന്ന ആളുകളെല്ലാം തന്നെ തുടരും. അതിൽ 1-2 ഇടങ്ങളിലായിരിക്കും മാറ്റത്തിന് സാധ്യത. മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA-യുമായ K. ബാബു മത്സരിക്കുന്നില്ല എന്ന്, അല്ലെങ്കിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ KPCC നേതൃത്വത്തെയും AICC നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം തൽക്കാലം മത്സരരംഗത്തേക്കില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറിയത്. പാലക്കാട് സംബന്ധിച്ചിടത്തോളം പാലക്കാട് നിർണായകമായ ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികളുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇവയൊക്കെ നിലനിൽക്കുന്നതിനാൽ തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലില്ല. കോൺഗ്രസ് നിന്ന് പുറത്താക്കപ്പെട്ട് ഇരിക്കുന്നൊരു സാഹചര്യം. അവിടെ ആര് മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തണം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാലക്കാട് കേന്ദ്രീകരിച്ച്, പാലക്കാട് DCC കേന്ദ്രീകരിച്ച് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. സന്ദീപ് വാര്യരുടെയും ബൽറാമിൻ്റെയും ഒക്കെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും പാലക്കാടുകാരനായ സന്ദീപ് വാര്യരെ തന്നെ പാലക്കാട് മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ തീരുമാനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സന്ദീപ് വാര്യർ കൂടുവിട്ട് കൂടുമാറി വന്ന സന്ദീപ് വാര്യർക്ക് ഒരുപക്ഷെ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള അവസരമൊരുങ്ങും. ഈ 2 ആളുകളുടെ കാര്യത്തിൽ, അതായത് K. ബാബുവിൻ്റെ കാര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ചില സംശയങ്ങൾ നിലനിൽക്കുന്നത്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ പഴയ MLA-മാർ, കോൺഗ്രസ് MLA-മാരെല്ലാം തന്നെ അതേപടി തുടരും, മത്സരരംഗത്തുണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം തെക്കൻ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ചില പ്രതിസന്ധികൾ നിലനിൽക്കുന്നത്. നേരത്തെ തന്നെ ചില നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരൊക്കെ തന്നെ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ അവർ വിജയസാധ്യതകളും പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അതേപടി അംഗീകരിക്കാൻ KPCCയോ ഈ ജില്ലാ കമ്മിറ്റികളോ തയ്യാറായിട്ടില്ല. കാരണം ഏതെങ്കിലും വിധത്തിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് തല്ലിക്കെടുത്തുന്ന ആളുകൾ പോലും ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നു എന്നാണ് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ പറയുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യമായി ഭരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന UDF-ന് ഇത്തവണ ഏത് വിധേനയെങ്കിലും ഭരണം പിടിക്കണം. അതുതന്നെയാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വെറുതെയുള്ള സ്ഥാനാർത്ഥിയെ പേര് നിർത്തി മത്സരിപ്പിച്ച് പരാജയം ഏറ്റുവാങ്ങാൻ കോൺഗ്രസ്സിന് താല്പര്യമില്ല. ആരൊക്കെ അവകാശവാദം ഉന്നയിച്ചാലും അവരെയൊക്കെ അംഗീകരിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF കൺവീനറിനപ്പുറം പ്രതിപക്ഷ നേതാവ് കൂടി എടുക്കുന്ന സ്റ്റാൻഡ് അല്ലെങ്കിൽ നിലപാട് തന്നെ ആയിരിക്കും അവസാനത്തേത്. KPCC പ്രസിഡന്റിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ആരോപണം ഉയർന്നു വന്ന അതേ സമയം തന്നെ
വലിയ തരത്തിലെ എതിർപ്പ് കേരളത്തിലുണ്ടാകും, മാത്രവുമല്ല പ്രതിഷേധങ്ങളുണ്ടാകും. CPIM വെറുതെ വെച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ പുറത്താക്കൽ ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാക്കന്മാരോട് ആവശ്യപ്പെട്ടതും അത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടുകൾ വളരെ ശരിയായിരുന്നു. അതുകൊണ്ട് തന്നെ AICCക്ക് മുന്നിലും KPCCയിലെ ഒട്ടുമിക്ക നേതാക്കന്മാർക്ക് മുന്നിലും പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾക്ക് വലിയ മാനവും വിലയും കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾക്കും ഒരു പ്രാധാന്യം കൽപ്പിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും തെക്കൻ കേരളത്തിൽ സീറ്റ് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഭരണം ഉറപ്പിക്കുകയാണ് UDFിൻ്റെ ലക്ഷ്യം, കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ മാസം 27-നാണ് KPCC നിർവാഹക സമിതിയും ഭാരവാഹികളുടെ യോഗവും ഒപ്പം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകളിലേക്ക് കടക്കുക. ഫെബ്രുവരി മാസത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കേരള യാത്ര വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരള യാത്ര തുടങ്ങാം എന്നുള്ളതാണ് KPCCയുടെ ഇപ്പോഴത്തെ തീരുമാനം. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ ആക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് പരാജയപ്പെട്ടവരുടെ പേരുകൾ കാര്യമായി പരിഗണിക്കാൻ സാധ്യത കുറവാണ്, പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ. യൂത്ത് കോൺഗ്രസിനും KUCവിനും മഹിളാ കോൺഗ്രസിനും ഒപ്പം തന്നെ ഇതുവരെ മത്സരിച്ചിട്ടില്ലാത്ത മത്സരത്തിന് വേണ്ടി അല്ലെങ്കിൽ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കാത്ത പൊതുവെ ജനങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ കൂടി കണ്ടെത്തി മത്സരിപ്പിക്കാനാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ നീക്കം. അതിനായി ചില സർവേകളൊക്കെ കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞു. ആ സർവേയുടെ ഫലം KPCCയുടെ കൈവശം എത്തിക്കഴിഞ്ഞു, ഒപ്പം AICCയുടെ കൈവശവുമുണ്ട്. ആ സർവേ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും തെക്കൻ കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുക. അതേസമയം കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുഖ്യമന്ത്രി ആരാകും എന്നുള്ള കാര്യത്തിൽ 1-2 സർവേ ഫലം കൂടി വന്നതോടുകൂടി പ്രതിപക്ഷ നേതാവിന് അനുകൂലമായി ചില നേതാക്കന്മാർ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് നന്നായിരിക്കും, നല്ലതായിരിക്കും എന്നുള്ളതാണ് പൊതുവെയുള്ള താല്പര്യം. മാത്രവുമല്ല UDFിൻ്റെ ഘടകകക്ഷിയായ ലീഗിനും അതുതന്നെയാണ് താല്പര്യം. ഇപ്പോൾ VD സതീശനിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗും. കാരണം ലീഗും കോൺഗ്രസുമായുള്ള ഒരു താല്പര്യവും ചർച്ചയും പോലെ തന്നെയാണ് VD സതീശനും ലീഗുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ VD സതീശൻ്റെ പേരിന് മുഖ്യ പ്രാധാന്യം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാന പ്രാധാന്യം നൽകുക ലീഗ് നൽകുന്നത് ഈ പ്രതിപക്ഷ നേതാവ് VD സതീശന് തന്നെയായിരിക്കും. എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമ്പോൾ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കടമ്പകൾ കോൺഗ്രസിൻ്റെ മുന്നിൽ ഉണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളതെങ്കിൽ തന്നെയും ജില്ലകൾ കേന്ദ്രീകരിച്ച്, ജില്ലാ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥി മോഹികൾ ഓരോരുത്തരായി ചില നേതാക്കന്മാരുടെ പിൻബലത്തോടുകൂടി രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസിന് തലവേദനയാകും എന്നുള്ളതും ഉറപ്പാണ്.